ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട്. പക്ഷേ അവർക്ക് അതിന് പറ്റുന്നില്ല. അതെന്താണ് അവർക്ക് അതിന് പറ്റാത്തത് എന്നുള്ളൊരു കാരണമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്, എങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. അതിന് കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് വരാതിരിക്കാനായിട്ട് അവരെ തടഞ്ഞു വെക്കുന്ന ആ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ 8 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് നമുക്ക് 3 ഓഫ് കപ്സ്. ഓക്കെ, 8 ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ടവർ കാർഡ്, കിങ് ഓഫ് സോർഡ്സ്, 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് സോർഡ്സ്, ദ ഹാങ്ഡ് മാൻ, 7 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇത്തരം കാർഡുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 9 ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് വളരെയധികം ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല, എന്തുകൊണ്ടാണ് അവർക്ക് വരാനുള്ള ആ ഒരു തടസ്സം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ കുറേയേറെ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിയർ ആണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ടെങ്കിലും ഒരു പേടി കാരണം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അത് പല കാരണങ്ങളുണ്ടാകാം. ആ ഒരു ഭയം ഉണ്ടാകാനുള്ളൊരു കാരണം ഇതില് ഇവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഓവർ തിങ്കിങ് അവരെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പേടിയിലേക്കാണ്. അതങ്ങനെ സംഭവിച്ചാലോ, ഇതിങ്ങനെ വന്നാലോ, അല്ലെങ്കിൽ മറ്റാളുകളുടെ വഴി പോകുമ്പോൾ അതിങ്ങനെ വന്നാൽ, അങ്ങനെയൊക്കെ ചിന്തിച്ച് വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക്, ആൻസൈറ്റി ഉണ്ടാകുന്നു, ടെൻഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ മറ്റ് ചില ആളുകൾക്ക് പാസ്റ്റിലുള്ള വേദനകൾ, വിഷമങ്ങൾ, ആ ഒരു അനുഭവങ്ങളൊക്കെ വീണ്ടും വരുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ പാസ്റ്റിൽ അവർക്ക് ചിലപ്പോൾ ചില എക്സ്പീരിയൻസ് ഉണ്ടാകാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ചില എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ മറ്റൊരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് വളരെ വേദനപ്പെടുത്തുന്ന ഓർമ്മകൾ അവർക്കുണ്ടാകാം. ആ ഒരു അനുഭവങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലും ഇനി ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി അവർക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു പേടി ആണ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. പിന്നെ വീണ്ടും ഇവരെ അതുപോലെ വേദനിക്കുമോ, ഹേർട്ട് ആകുമോ എന്നുള്ളൊരു ആശങ്ക, ഒരു സംശയം അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാനായിട്ട് പറ്റുന്നത്. എനിക്ക് ഈ ഒരു പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ്. അതായത് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്ന അങ്ങനെയാണ്, വളരെയധികം ഇഷ്ടമാണ്. പക്ഷെ വീണ്ടും ഞാൻ പാസ്റ്റിൽ അനുഭവിച്ച അതേ ഒരു വിഷമത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാൽ എന്ന് കരുതുന്നു. അതായത് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കാതിരിക്കാനായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇതിനുള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ സെപ്പറേഷനിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. അത് ഒത്തിരി വേദന ഈ ഒരു പേഴ്സണ് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിൽ പോയതിനു ശേഷം വീണ്ടും ആ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാനായിട്ട് പറ്റില്ല എന്ന്
ഇത്തരത്തിലുള്ള ഒരു പേടി ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ വളരെയധികം സ്നേഹം ഉള്ളിനുള്ളിൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളിലേക്ക് വരാതെ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സമ്മതിക്കാതിരിക്കുക, അങ്ങനെ പല പല സിറ്റുവേഷൻസ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തോ ഒന്ന് ഉണ്ട്, ആ ഒരു കാര്യമാണ്. അപ്പൊ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം സ്നേഹം ഉണ്ടെങ്കിലും അത് തുറന്നു കാണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വന്ന സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് അവർ ഒത്തിരി സങ്കടപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ വേദന ഇനിയും തനിക്കുണ്ടാകും എന്ന് കരുതി അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലേക്ക് വരുമ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഒത്തിരി വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരു സെപ്പറേഷനിലേക്ക് പോയ വ്യക്തികളായിരിക്കും. എന്നിട്ട് വീണ്ടും ഒരു കോണ്ടാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റു ചിലർ നോക്കുവാണെങ്കിൽ ഞാൻ ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക്, എനിക്ക് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഇതിനെ ചുറ്റിപ്പറ്റിയൊക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഒത്തിരി വിഷമങ്ങൾ, മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ട്, അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു വ്യക്തിയോട് ഇത്രയധികം സ്നേഹമാണ്, അപ്പൊ ഞാൻ ഇതിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെനിക്കൊരു സേഫ് ആണോ എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഇതിലേക്ക് പോയതിനു ശേഷം എനിക്ക് അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം തോന്നുമോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പേടികളാണ് ഇവരുടെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തെ ഫ്രീസ് ചെയ്ത് നിർത്തുന്നത് എന്നാണ്, തടഞ്ഞു നിർത്തുകയാണ്. അതുകൊണ്ടാണ് അവർ വരാൻ ആഗ്രഹിക്കുമ്പോഴും അവർ ഒരു ആക്ഷൻ എടുക്കാതെ, മൂവ് ചെയ്യാതെ അവിടെ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം ഇത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഇത് പലപ്പോഴും ഒരു സ്നേഹം വളരെ സ്ട്രോങ് ആയത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം സ്ട്രോങ് ഫീലിങ്സ് ഉള്ളപ്പോൾ അവിടെ വേദനകൾ, ഹർട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പേടി അവർക്ക് ശക്തമായിരിക്കും. അതായത് നമുക്കൊരാളെ വളരെയധികം ഡീപ്പായിട്ട് സ്നേഹം തോന്നുന്നു, അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെനിക്ക് നഷ്ടമാകുമോ എന്നുള്ളൊരു ഫീലിങ്സ് ആണ്. അപ്പൊ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, സ്നേഹമുണ്ട് നിങ്ങളോട്. പക്ഷെ ആ ഒരു ഭയം അല്ലെങ്കിൽ ആശങ്ക, മാനസിക തടസ്സം, ഇതൊക്കെയാണ് ഇവരെ പ്രധാനമായിട്ടും തടഞ്ഞു നിർത്തുന്നത്. അപ്പൊ അവരുടെ ഉള്ളിനുള്ളിൽ ഇപ്പോഴും ഒരു സ്പാർക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഏസ് ഓഫ് വാൻസും പേജ് ഓഫ് വാൻസും ആണ്. പക്ഷെ അതിനെ തടയുന്നത് പല വേദനകളും, ഓവർ തിങ്കിങ്ങും ഒക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഡിലേ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തോ കാരണത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ, ചിലപ്പോൾ ഫാമിലിയൊക്കെ തേർഡ് പാർട്ടി ആയിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് അവർക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സംസാരിക്കാനായിട്ട് പറ്റാത്ത അവസരങ്ങളായിരിക്കാം. ഒരു എക്സ്റ്റേണൽ ബ്ലോക്ക്, അതായത് ഫാമിലി, ഈഗോ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ ഒരു സ്വാധീനം, ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് വളരെയധികമായിട്ട് കാണുന്നുണ്ട്. അതൊരു റൊമാൻറ്റിക് തേർഡ് പേഴ്സൺ ആകാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് അതൊരു ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ, അവരുടെയൊക്കെ ഒരു ഇടപെടലാകാം. അപ്പോൾ എൻ്റെ തീരുമാനത്തെ മറ്റുള്ളവർ എങ്ങനെ കാണും എന്നുള്ളൊരു ആശങ്ക നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് കാണിക്കുകയും നിങ്ങളോട് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരികയും ചെയ്താൽ ഇവരുടെ ഒപ്പം നിൽക്കുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ, അവർ എന്നെ എങ്ങനെ കാണും എന്നുള്ളൊരു ആശങ്ക ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതാണ് അവർ മെയിനായിട്ടും ഇതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അവർ ഇമോഷണലി അകന്ന് നിൽക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മനസ്സിൽ നിങ്ങൾക്കായിട്ട് വളരെയധികം ഫീലിങ്സ് ഉണ്ടെങ്കിലും പുറത്ത് അവർ മൂവ് ഓൺ ചെയ്യുന്നത് പോലെ ബിഹേവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ വളരെ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ചില വളരെ റെയർ ആയിട്ടുള്ള സമയങ്ങളിൽ, ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് നിങ്ങളോട് ഒത്തിരി ഫീലിങ്സ്, സ്നേഹമൊക്കെ തോന്നിയിട്ട് അവർക്കത് പിടിച്ചു വെക്കാൻ പറ്റാതെ വരുന്ന സമയങ്ങളിൽ മാത്രമാണ് അവർ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റ് ഒക്കെ തന്നുകൊണ്ട് വന്ന് വളരെ സ്നേഹത്തോടെ അങ്ങനെ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. അതിനുശേഷം പിറ്റേ ദിവസം തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ യാതൊരു പരിചയമില്ലാത്ത ആളുകളെ പോലെ മൂവ് ഓൺ ചെയ്ത് പോകുന്ന പോലെയുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ നിങ്ങൾക്കായ ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാത്തൊരവസ്ഥയാണ് അത്. പിന്നെ അവരൊരു അവസരം അവരുടെ മുന്നിലുണ്ട്, ഇങ്ങനെ ഒരു നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്, അവർക്ക് ഡിസിഷൻ എടുക്കാവുന്നതുള്ളൂ, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ അവരുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആ ചോയ്സ് എടുത്ത് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചോയ്സ് അവിടെ ഉണ്ട്. പക്ഷെ എന്നിട്ടും അവരത് ഇഗ്നോർ ചെയ്തതായിട്ടാണ് അത് അവർ അവഗണിച്ച് പോയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
കാരണം നമുക്കിവിടെ 4 of Cups വന്നിട്ടുണ്ട്, അത് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കുറ്റബോധവും തിരിച്ചറിവും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസരം കിട്ടിയിട്ടും അത് പ്രയോജനപ്പെടുത്താതെ കളഞ്ഞതുകൊണ്ട് അവർക്കൊരു കുറ്റബോധം കാണുന്നുണ്ട്. അപ്പൊ ഞാനൊരു നല്ല അവസരം നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരു ചിന്ത അവർക്കുണ്ട്. അപ്പൊ പലപ്പോഴും നിങ്ങളിലേക്ക് വരാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ എന്തൊക്കെയോ കാരണം കൊണ്ട് അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ഒരു അട്രാക്ഷൻ, നമുക്കൊരു പേജ് ഓഫ് വാൺസ് ഏസ് ഓഫ് വാൺസും വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം അട്രാക്ഷനും എക്സൈറ്റ്മെന്റും നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം വേണമെന്നുള്ളൊരു ആഗ്രഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ധൈര്യം കുറവാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ പഴയ പാസ്റ്റിലെ എന്തോ ഒരു, ഞാൻ ആദ്യത്തെ കാർഡ് തന്നെ പറഞ്ഞിരുന്ന പഴയ പാസ്റ്റിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ, കുറച്ച് ആളുകൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പിലാകാം എന്തോ ഒരു സംഭവം. ചിലപ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആകാം, അല്ലെങ്കിൽ ഇവരുടെ നേരത്തെ ഒരു ബ്രേക്കപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ബ്രേക്കപ്പ് ആകാം. ആ ഒരു ഷോക്ക്, അവര് എന്ത് സംഭവമാണോ ആ ഒരു കാര്യം അവരെ ഇന്നും ബാധിക്കുന്നു എന്നുള്ളതാണ്. അവരതിൽ നിന്നൊരു ഹീലായി പുറത്തേക്ക് വന്നിട്ടില്ല. ആ ഒരു സംഭവത്തിന്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടാണ് അവർ വീണ്ടും ഒരു റിസ്ക് എടുക്കാനായിട്ട് ഭയപ്പെടുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ പല പല പ്രശ്നങ്ങളാകാം, പലർക്കും പല പ്രശ്നങ്ങളായിരിക്കാം. എന്താണെങ്കിലും അത് അവരുടെ മനസ്സിനെ പിടിച്ചുലച്ചു. ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ഒരു ശക്തി തനിക്കില്ല എന്ന് ആ ഒരു വ്യക്തി വീണ്ടും ചിന്തിക്കുന്നു. അത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ റിസ്ക് ആണെന്നും ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് തന്നെ കൊണ്ട് കേപ്പബിൾ അല്ല എന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്. അപ്പൊ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ കിങ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവരെ ഹൃദയത്തെക്കാൾ ഈ ഒരു സമയത്ത് അവർ കേൾക്കുന്നത് അവരുടെ ബുദ്ധി പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഇമോഷണലി അല്ല അവർ കൂടുതൽ ചിന്തിക്കുന്നത്, പ്രാക്ടിക്കൽ ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്. ഇമോഷണൽ കാര്യങ്ങളെ മാറ്റിവെക്കാനും പലപ്പോഴും നിങ്ങളിലേക്ക് ഓടി വരണമെന്നും നിങ്ങളോട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ മുഴുവൻ സ്നേഹവും നിങ്ങളുടെ അടുത്ത് കാണിക്കണം, എനിക്ക് ഇത്രയധികം സ്നേഹം നിങ്ങളോടുണ്ട് എന്ന് പറയാനും ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരാനും അവർ ഒത്തിരി ആഗ്രഹിക്കുന്ന സമയങ്ങളുണ്ട്. എങ്കിൽ പോലും അത് മാറ്റി നിർത്തിക്കൊണ്ട് ഓക്കെ ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഞാൻ കുറച്ച് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകണം എന്ന രീതിയിൽ അവർ ആ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് ബുദ്ധി പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് കുറച്ചൊരു സേഫ് സോണിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഒരു സേഫിലേക്ക് പോകുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ ഫീലിങ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർ അങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ഓൺ ചെയ്താലോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവർ തന്നെ അവരോട് പറയും ഇത് സേഫ് അല്ല, ഓക്കെ അങ്ങനെ ചെയ്യരുത്, കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ എന്ന് പറഞ്ഞ് അവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ആ ഒരു വേയിൽ ജസ്റ്റ് മാറി മാറി പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കിവിടെ 3 of Swords കാണുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ പഴയ ഒരു സംഭവം എന്താണ് അതെന്ന് നിങ്ങൾക്ക് റീഡിങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതെന്താണ് എന്നുള്ളത്. ആ ഒരു കാര്യം ഇപ്പോഴും ഇവിടെ വേദന ഉണ്ടാക്കുന്നു ആ ഒരു പേഴ്സണ്. പഴയ ആ ഒരു ഹേർട്ട് വീണ്ടും ഹീലായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ആ ഒരു ഓർമ്മകളിൽ അവരിപ്പോഴും ഇങ്ങനെ തങ്ങിക്കിടക്കുന്നു, അവരുടെ മനസ്സ് അതിൽ വെന്ത് വേദനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹാങ്ഡ് മാൻ ആണ് വന്നിട്ടുള്ളത്. അവർ ആ ഒരു സമയത്ത് ആ റിലേഷൻഷിപ്പിലാകട്ടെ എന്തിലാകട്ടെ ആ ഒരു സംഭവം അവരുടെ മനസ്സിനെ പിടിച്ചുലച്ച ആ ഒരു സംഭവം നടന്ന ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ലൈഫിന്റെ ആ ഒരു ഘട്ടത്തിൽ അവര് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല, അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ആ ഒരു ഓർമ്മകളിൽ അവർ സ്റ്റക്കായി നിൽക്കുകയാണ്. അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും അറിയാതെ അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകാനായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ 7 of Swords ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു അടച്ചു വെച്ച ഒരു അധ്യായം പോലെ, ആരും അറിയണ്ട, പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഒരു പേഴ്സൺ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു തേർഡ് പേഴ്സൺ ആകാം, തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ചിന്തകളാകാം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ആകാം, അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പ് ആവാം. അങ്ങനെ എന്തോ ഒരു കാര്യം, അത് ഒരു മിസ്റ്റേക്ക്, അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് അത് അവർ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു മിസ്റ്റേക്കിൽ നിന്നോ ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പിലോ ആയിരിക്കാം ഈ ഒരു അവർക്ക് ഒത്തിരി വേദന നൽകിയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് മറച്ചു പിടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു 7 of Swordsന്റെ കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ വരുന്നത് 9 of Swords ആണ്. അവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ്. ആ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്ന് അവർക്ക്
ഒത്തിരി ഡിസ്റ്റർബൻസ് അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. വളരെയധികം ആൻസൈറ്റി, ഗിൽറ്റ്, ടെൻഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്തൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിനെ കുറിച്ച് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങളോട് അടുത്തടുത്ത് വരുമ്പോൾ വീണ്ടും അവർക്ക് പേടിയാവുകയാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പം അവര് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ പഴയ ആ ഒരു ട്രോമാസ്, ഇമോഷണൽ ഹേർട്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസസ്, ഇതെല്ലാം അവർക്ക് വളരെയധികം ഒരു ഓവർ തിങ്കിങ് കൊടുക്കുകയാണ്. അതുപോലെ ഗിൽറ്റും ഫിയറും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു സ്നേഹമില്ല ഈ ഒരു പേഴ്സണ് നിങ്ങളോട് എന്നൊരു അർത്ഥമില്ല. ഒരു ഒരു എന്താ പറയാ, ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വിടുതൽ, അല്ലെങ്കിൽ ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സൈലൻസ്, ഒരു ബ്രേക്ക് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. വളരെയധികം സ്നേഹം ഉണ്ട് ഈ ഒരു പേഴ്സൺ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ കുറേ നാളുകളായിട്ട് കോണ്ടാക്ട് കിട്ടാതിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് വരിക എന്ന് ഈ ഒരു സെയിം റീഡിങ്ങിലെ കാർഡുകൾ വെച്ചിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, സാധാരണയായിട്ട് ഒരു 3 മുതൽ 8 വരെയുള്ള ഒരാഴ്ചയിൽ 3 to 8 വീക്സിൽ ഒരു കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു സഡൻ ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ മനസ്സിൽ അടക്കി വെച്ചിട്ട് അവർ പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിച്ച് വളരെ ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ട് മനസ്സിൽ ആ ഒരു സ്നേഹം വന്ന് നിറഞ്ഞു തുളുമ്പുന്ന സമയത്ത് അവർക്കൊരു അർജ് ഉണ്ടാകുകയും പെട്ടെന്നായിരിക്കും ഒരു മെസ്സേജോ കോണ്ടാക്റ്റോ ഒക്കെ നിങ്ങളിലേക്ക് വരാം. പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ ട്രിഗർ അവർക്കുണ്ടാകും. ചില സമയത്ത് താൻ ഒറ്റപ്പെട്ടു പോയതുപോലെ ഒരു അവസ്ഥ തോന്നാം. അതുപോലെ നിങ്ങൾ മറ്റു വ്യക്തികളുടെ കൂടെ എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ കൂടെ ഇരുന്ന് സന്തോഷിക്കുന്ന കാണുമ്പോൾ ചെറിയൊരു ജലസ് ഒക്കെ തോന്നിയിട്ട് അങ്ങനെ ഒരു ട്രിഗർ അടിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നുന്നു. ആ ഒരു മിസ് ഫീൽ ഒരു ട്രിഗർ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റുമായിട്ട് വരാനുള്ള ചാൻസ് ആണ് നമ്മൾ കാണുന്നത്. അത് ഉടൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. അവര് കൂടുതലും ലേറ്റ് നൈറ്റ്സിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. മൂവ് ഓൺ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും അവർ ആ ഒരു മൂവ് ഓണിന്റെ എനർജിയിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ്. ഹാൻഡ്മാൻ എനർജി ഇവിടെ വന്നിരിക്കുന്ന ലാസ്റ്റ് മിനിറ്റ് വരെ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. അവരെ തന്നെ അവർ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ നിൽക്കാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് അവർക്കൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റിലേക്ക് അവർ വരൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ, യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു പ്രഷർ കൊടുക്കരുത് എന്നാണ് പറയുന്നത്. അവരിപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്ങും ആൻസൈറ്റിയും ഉള്ള ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്പേസ് കൊടുക്കുക എന്ന യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ സെൽഫ് കൺട്രോൾ ചെയ്യുക, സെൽഫ് റെസ്പെക്ട് ചെയ്യുക, ഈ 2 കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇമോഷണലി വീക്കായിട്ട് ഉള്ള രീതിയിൽ നിങ്ങളെ തന്നെ കാണാതിരിക്കുക, കാം ആവുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു സെൽഫ് റെസ്പെക്ട് കൊടുത്ത് നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ അട്രാക്ഷൻ എനർജി നിലനിർത്താനായിട്ട് പറയുന്നുണ്ട്. ഏസ് ഓഫ് വാൻസും പേജ് ഓഫ് വാൻസും നമുക്കിവിടെ പറഞ്ഞു തരുന്ന അതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ലൈറ്റ് എനർജി ആയിരിക്കുമ്പോൾ അവർക്ക് വീണ്ടും ആ ഒരു ക്യൂരിയോസിറ്റി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട്, പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അത് പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ ഒരു ലൈറ്റ് എനർജിയിലും ആ ഒരു സോഫ്റ്റ് ആൻഡ് എനർജിയിലായിരിക്കുമ്പോൾ അവർക്ക് വീണ്ടും ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അങ്ങനെ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഇനി വെയിറ്റ് ചെയ്യണമോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് യെസ് എന്നാണ്. പക്ഷെ ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവർക്കൊരു ജീവിതകാലം മൊത്തം വെയിറ്റ് ചെയ്ത് ഇരിക്കാനല്ല യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഒരു ലിമിറ്റഡ് ടൈമിൽ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നതാണ്. അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കൊരു സ്പേസ് കൊടുത്ത് കുറച്ച് സമയം കൊടുക്കാം. അതിനുശേഷം സ്വന്തം ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതം ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് ഫ്രീ ആയിട്ട് വരുന്ന നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വിനിയോഗിക്കണം. അതവിടെ ഹോൾഡ് ചെയ്ത് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജീസ്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് വരാത്ത പക്ഷം പോലും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. കാരണം അവർ വരുമോ വരാത്തതോ എന്നതിനേക്കാൾ നിങ്ങളുടെ ഒരു സമാധാനം, ഒരു പീസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു സമാധാനത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം.
Clues related to this reading. Okay, clues related to this reading. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് വിത്തിൻ 72 hours എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. 48 hours. അതുപോലെ മോൾ ഓൺ റൈറ്റ് ഹാൻഡ്, ലെറ്റർ എസ്, ക്രിക്കറ്റ്, ചോക്ലേറ്റ് ലവർ, മ്യൂസിക്, ലോങ് നെയിൽ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ ലോങ് നെയിലിനോട് ക്രേസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫെബ്രുവരി മന്ത്, സെൻസിറ്റീവ്, ഹോണസ്റ്റ്, നമ്പർ 44, ഡാൻസ്, റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ, ടാറ്റു ഓൺ ഹാൻഡ്, ലെറ്റർ എൽ, സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തിയായിരിക്കാം, നമ്പർ 25, ക്രേസ് ഓൺ വെഹിക്കിൾസ്, 1977, letter A, July month, spiritual path, white color, letter M, 1977, number 8, 2003, number 36, തിരുവനന്തപുരം ജില്ല, ലൗബൽ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. 1999, number 45, 2001, number 31, ഇടുക്കി ജില്ല, ട്രൂ ലവ്, ഡ്രോയിങ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ, ലെറ്റർ ജി. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.